കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഏവർക്കും ഗുരുവായൂരപ്പനെ കാണണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നത്തെ ഏത് രൂപത്തിലാണ് ഭക്തരായ നമ്മളെ എല്ലാം അനുഗ്രഹിക്കാനായിട്ടിരിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ആകാംക്ഷയാണ് ഇന്ന് ഏത് രൂപത്തിലാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ പോവുക. അപ്പോൾ അവിടെ നിന്നാണ് കിടക്കുമ്പോൾ തന്നെ ഓരോരുത്തർ ചോദിക്കും, ഇന്നിപ്പോൾ എന്താ അലങ്കാരം, ഇന്ന് എന്താ അലങ്കാരം, ഏത് ഭാവത്തിലാണ് നമ്മുടെ ഉണ്ണിയിരിക്കണേ എന്നൊക്കെ അങ്ങനെ ചോദിച്ചുകൊണ്ട് ആണ് ആ ഭക്തരിങ്ങനെ വരിക. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ആ അലങ്കാരം കാണാൻ പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ആ ഗണപതി ക്ഷേത്രത്തിലൊന്ന് പോയിട്ട് ദർശിച്ച് സർവ്വവിഘ്നങ്ങളും ഹരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. മുട്ടാർക്കേണ്ടവർക്ക് മുട്ടാർക്കാം, അങ്ങനെയൊക്കെ തൊഴുത് വരാം. അവിടെ ആകുമ്പോൾ തിരക്കൊന്നുമില്ല, സമാധാനമായിട്ട് തൊഴാലോ. അപ്പോൾ നമുക്ക് നേരെ അവിടെ തൊഴുതു ഇനി ആ ഗോപുരവാതിൽ കൂടെ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ്, തീരെ തിരക്കില്ല എന്ന് തന്നെ പറയാം. വളരെ എന്താ പറയുക, കുറച്ച് കാലത്തിന് ശേഷം മണ്ഡല മകരവിളക്ക് ഉത്സവത്തിന് ശേഷം ഒരു ചൊവ്വാഴ്ച തിരക്ക് കുറഞ്ഞ, അതായത് വളരെ അധികം സമയം ഇന്ന് സോപാനം വഴിയാണ് ഭക്തരെ കടത്തിവിട്ടത്. രാവിലെ അതേപോലെയൊക്കെ എന്താണെന്ന് വെച്ചാൽ തിരക്ക് കുറവാണ്. അതുകൊണ്ട് ഭക്തർക്ക് വരുന്നവർക്കും സമാധാനമായിട്ട് തൊഴാൻ പറ്റുന്ന അന്തരീക്ഷമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് തൊഴാൻ പോവാം. അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ കൊടിമരത്തിൻ്റെ അധീനൊക്കെ ഇങ്ങനെ വന്നു, അപ്പുറത്ത് കൂടെ വന്നു, വാതിൽമാടത്തിൻ്റെ അവിടെ എത്തി. വാതിൽമാടത്തിൻ്റെ അവിടെ നിന്ന് എത്തിയിട്ട് നമ്മൾ അകത്തേക്ക് നോക്കുകയാണ്. അകത്തേക്ക് നോക്കുമ്പോൾ ശ്രീലകത്തെ പ്രകാശം ഇങ്ങനെ കാണുകയാണ്. സ്വർണ്ണ വിളക്കിലാണ് നെയ്യ് ഇങ്ങനെ കത്തിക്കുക. അപ്പോൾ ആ സ്വർണ്ണ വിളക്കിലെ നെയ്യ് കത്തിക്കുന്നതിൻ്റെ ആ പ്രകാശം ഇങ്ങനെ കാണുകയാണ്. അത് നമ്മളെ കണ്ണിലേക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്താ ഒരു സന്തോഷമാവും. ഗുരുവായൂരപ്പൻ്റെ വിളക്ക് കണ്ടല്ലോ എന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കുക. ഗുരുവായൂരപ്പൻ്റെ വിളക്ക് കണ്ടല്ലോ. നമുക്ക് പുറത്തുനിന്നൊക്കെ നമ്മൾ കാണണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ദീപസ്തംഭത്തിൻ്റെ അവിടെ നിന്നൊക്കെ കാണുന്നത് വെച്ചാലേ, അല്ലെങ്കിൽ ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്നൊക്കെ ആണെങ്കിൽ വിളക്ക് കണ്ടു കേട്ടോ എന്നാണ് പറയുക. വിളക്ക് കണ്ടുട്ടോ എന്ന് ധാരാളം ഭക്തർ അങ്ങനെ പറയണത് ഞാൻ കേട്ടിരിക്കുന്നു. അപ്പോൾ അത് വളരെ കാരണം ആ വിളക്ക് കണ്ടാൽ മതി എന്നുള്ള ഒരു ചിന്തയാണ്. അപ്പോൾ നമുക്ക് കാണുന്നത് ആ വിളക്ക് ഇങ്ങനെ കണ്ടു. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇടത്തെ ഭാഗത്തേക്ക് നോക്കിയിട്ട് മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിച്ചു. അതുപോലെ വലത്തെ ഭാഗത്തേക്ക് പോയിട്ട് നരസിംഹത്തിൻ്റെ അവിടെ ഒന്ന് നരസിംഹ ഭഗവാനെ ഒന്ന് സ്മരിച്ചു. അങ്ങനെ നമ്മൾ ആ സൈഡിലൂടെ അങ്ങനെ വരികയാണ്. അങ്ങനെ വരുമ്പോൾ മണ്ഡപത്തിൻ്റെ അവിടെ എത്താൻ നേരത്തെ തന്നെ കാണാൻ സുഖമായിട്ട് കാണാം. കാൽത്തളകളൊക്കെ ഇങ്ങനെ കാണുന്നു, തൃപ്പാദങ്ങൾ ഇങ്ങനെ കാണുകയാണ് ഉണ്ണിയുടെ. അങ്ങനെ നോക്കിയിട്ട് നല്ലൊരു പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. ചുവന്ന കരയൊക്കെ ഉള്ളൊരു പട്ടാണ്. ഞൊറിഞ്ഞെടുത്ത് ഇങ്ങനെ കാണുന്നു. അരമണി കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ട് നല്ലൊരു അതുവരെ കാണാൻ നല്ല രസമായിട്ട് ഇങ്ങനെ കാണാനുണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. പൊന്നിൻ്റെ ഗോപിയൊക്കെ വെച്ച് കാണാനുണ്ട്. അതേപോലെ കൈവളകൾ കാണാനുണ്ട്, തോൾവളകൾ കാണാനുണ്ട്. ഇന്ന് നമ്മളെ എല്ലാവരെയും താങ്ങി നിർത്തുന്ന, ഭൂമിദേവിയെ താങ്ങി നിർത്തുന്ന വരാഹമൂർത്തിയായിട്ടാണ് കേട്ടോ ഇന്ന് ശ്രീലകത്ത് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത്. ദശാവതാരത്തിലെ മൂന്നാമത്തെ അവതാരമായ മത്സ്യം കൂർമ്മം വരാഹമാണ്. ആ വരാഹമൂർത്തിയാണെന്ന് നമ്മളെല്ലാവരും അനുഗ്രഹിക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നത്. ആ തേറ്റയൊക്കെ ഇങ്ങനെ വളരെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ വളരെ മനോഹരമായിട്ട് ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ കാക്കാൻ വേണ്ടിയിട്ട്, അതായത് സ്ഥിതി ആണ് ഭഗവാന്റെ ആ ഒരു ഇത്. ഭൂമിയെ താങ്ങാൻ പോയി ആ കടലിൽ പോയ ഭൂമിയെ അങ്ങനെ തേറ്റമേൽ നിർത്തുന്ന, ഭൂമിദേവിയെ സംരക്ഷിച്ച് നിർത്തുന്ന ആ വരാഹമൂർത്തിയാണെന്ന് ശ്രീലകത്തുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ കയ്യിലൊക്കെ അതാ 2-4 കൈകളാണ് ഇവിടുന്ന് അരവരെ. അതും അങ്ങനെ നോക്കുമ്പോൾ മഹാപ്രഭുവിൻ്റെ രൂപവും 4 തൃക്കൈകളുണ്ട്, ശംഖുണ്ട്, ചക്രമുണ്ട്. ഗദാപത്മത്തിന് പകരമായിട്ട് അഭയ ഹസ്തമുദ്രയാണ് വരദാന മുദ്ര. അപ്പോൾ സ്ഥിതി
ആണല്ലോ, സ്ഥിതിയാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും സമത്വം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ആ സന്തോഷവും സമാധാനമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വരദാന മുദ്രയോട് കൂടിയിട്ട് ശ്രീലകത്ത് ഇങ്ങനെ തിളങ്ങി വിളങ്ങി നിൽക്കുകയാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ പൊന്നുണ്ണിക്കണ്ണൻ. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. പിന്നെ പീലിത്തിരിമുടിക്ക് ഇതായിട്ട് ഇങ്ങനെ കിരീടമൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഇതാണ് കാണുന്നത്. വളരെ നന്നായിട്ടുള്ളൊരു കാഴ്ചയാണ്. പിന്നെ അതേപോലെ 2 ഉണ്ടമാലകൾ കാണാനുണ്ട്. ഉണ്ടമാലകൾ തെച്ചിയും തുളസിയും ആയിട്ടുള്ളതും വെളുത്ത പൂവും തുളസി ആയിട്ടുള്ളതും, അങ്ങനെ 2 അതാണ് കാണുന്നത് ഉണ്ടമാലകൾ. തിരുമുടി മാലകളുണ്ട്. വിധാനമായിട്ട് 4 തുളസി മാലകൾ ഇങ്ങനെ കാണാനുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്ന് നമ്മളെ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് കാത്തിരിക്കുന്ന കളഭാലങ്കാര രൂപമായ ആ വരാഹമൂർത്തിയെ മനസ്സാ സ്മരിക്കുക. ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിലാണ് നമ്മൾ, ആ സോപാനപ്പടിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എന്ന് മനസ്സിലേക്ക് അങ്ങോട്ട് ചിന്തിക്കുക. അങ്ങനെ മനസ്സിലേക്ക് അങ്ങോട്ട് ഓർമ്മ വെച്ച് കണ്ണടച്ച് നോക്കൂ. അപ്പോൾ ശരിക്കും നമ്മളെ മുന്നിൽ ആ വരാഹമൂർത്തി പ്രത്യക്ഷപ്പെടും. അപ്പോൾ അങ്ങനെ നമ്മളെ എല്ലാ കഷ്ടങ്ങളും നഷ്ടങ്ങളും സന്തോഷവും സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടും എല്ലാതും അവിടെ പറയുക. അപ്പോൾ ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ നമ്മളവിടെയാണ്. അങ്ങനെ നമ്മളവിടുന്ന് കണ്ടു, സമാധാനമായിട്ട് കണ്ടു. ഞാൻ പറഞ്ഞല്ലോ, തിരക്കില്ലാത്തതുകൊണ്ട് വളരെ സമാധാനമായിട്ട് എല്ലാ ഭക്തർക്കും തൊഴാൻ പറ്റുന്ന തരത്തിലാണെന്ന്. അപ്പോൾ അത് എല്ലാവരും തൊഴുതോളൂ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങുക, സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങിയിട്ട് നേരെ നമ്മൾ ആ തിടപ്പള്ളിയിലേക്ക് നോക്കിയിട്ട് തൊഴണം. ഭഗവാന്റെ ആ നേദ്യം തയ്യാറാക്കുന്ന ഗണപതി ഹോമം നടത്തുന്ന തിടപ്പള്ളി വളരെ പ്രസക്തമാണ്. അവിടെ നോക്കിയിട്ട് തൊഴുന്നു. അതിനുശേഷം അഗ്നികോണിൽ നോക്കി തൂവുന്ന സ്ഥലമൊക്കെ ഇട്ട് അതൊക്കെ കണ്ടു. അതിനുശേഷം സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുതു. ഇനി വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരിക. വിഘ്നേശ്വരൻ്റെ അടുത്ത് വരുമ്പോൾ നല്ല രസമായിട്ട് തന്നെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. ചന്ദനം കൊണ്ട് ഇങ്ങനെ തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ ഇതായിട്ട് നല്ല കട്ടിയിലാണ് തുമ്പിക്കൈയൊക്കെ കൊടുത്ത്, പിന്നെ വട്ടത്തിലുള്ള പൊട്ടൊക്കെ ഇങ്ങനെ വെച്ച് എന്താ പറയുക, തിരുനെറ്റിപ്പട്ടൊക്കെ ചാർത്തിയിട്ടാണ് ഗണേശൻ നിൽക്കുന്നത്. അപ്പോൾ വിഘ്നേശ്വരനെ കണ്ട് തൊഴുക. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ തിരിഞ്ഞ സരസ്വതി ദേവിനെ കാണാം. ആ വെളുത്ത പൂവ് മുല്ലമുട്ടുമാലയും തുളസിമാലയും ചാർത്തിയിട്ടുണ്ട് ആ ഫോട്ടോന് മുകളിൽ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടുന്ന് കണ്ടു തൊഴുതു. ഇനി നേരെ ഇങ്ങനെ പോരുമ്പോൾ ഓരോ ചിത്രങ്ങൾ ഓരോന്നോരോന്ന് കണ്ടു. ചെറിയ ഗണപതിനെ കണ്ടു. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹമൊക്കെ കണ്ട് നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ അവിടെ ഇങ്ങനെ കണ്ടു. അതിനുശേഷം മേൽശാന്തിയുടെ അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. എല്ലാ ഭക്തരും ഞാൻ പറയുമ്പോൾ അർച്ചനയ്ക്കൊക്കെ ഷീട്ടാക്കുന്നവരുണ്ടെങ്കിൽ ആദ്യം തന്നെ ഷീട്ടാക്കിയിട്ട് വേണം കേട്ടോ ക്യൂവിൽ വരാൻ. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ശരിക്കും അർച്ചനയ്ക്കൊക്കെ 27 നാളിന് ഒന്നിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ അർച്ചനയ്ക്ക് ഷീട്ടാക്കിയാൽ മതി. പിന്നെ ഉള്ളിൽ വീണ്ടും കൊടുക്കണം എന്നൊന്നും ശാഠ്യം പിടിക്കണ്ട. കാരണം എല്ലാ നാളുകൾക്കും ഒന്നിച്ച് അർച്ചന പ്രസാദം അർച്ചന ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങി പിന്നീട് അനന്തപത്മനാഭസ്വാമീനെ കാണുക. നിറയെ താമരമാലയും തുളസിമാലയൊക്കെ അങ്ങനെ അലങ്കരിച്ച് നിറച്ച് അലങ്കാരങ്ങളായിട്ടാണെന്ന് അനന്തപത്മനാഭസ്വാമിയുടെ അവിടെ കേട്ടോ. അപ്പോൾ അവിടെ കണ്ട് തൊഴുക. അതിനുശേഷം പുറകു വശത്തേക്ക് ഇങ്ങോട്ട് തിരിയുമ്പോൾ ഭഗവാന്റെ തൃക്കോവിലിൻ്റെ പുറകു വശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കരിച്ച് കുറേ എന്തൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് ചൊക്കെ പറയാം. ആ നമസ്കരിച്ച സമയം കൊണ്ട് അതിനുശേഷം വീണ്ടും ദശാവതാര ഭാഗങ്ങളൊക്കെ കണ്ട് വീണ്ടും കണ്ണനെ കാണാം, കൃഷ്ണനെ കാണാം. കൃഷ്ണൻ്റെ അവിടെ ഒരു തുളസിമാല ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ വരുന്നു. മുരുകൻ്റെ അവിടെ നോക്കൂ, ഭസ്മാഭിഷേകം കാണാം. അത് കഴിഞ്ഞാൽ നേരെ ഹനുമാൻ സ്വാമീനെ കണ്ടു തൊഴാം. കുറച്ച് കുങ്കുമം ചാർത്തിയിട്ടുണ്ട്. ഒരു
വെറ്റിലമാല, ചെറിയൊരു വെറ്റിലമാലയുണ്ട്. അപ്പോൾ കുങ്കുമമൊക്കെ എടുത്ത് തൊട്ട് നേരെ ആ രാധാകൃഷ്ണ വിഗ്രഹങ്ങളൊക്കെ കാണാം. അത് കഴിഞ്ഞാൽ ആ കോവിലിൻ്റെ ഇങ്ങോട്ട് വരുന്ന ഓവിൻ്റെ അവിടെ വന്നിട്ടൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കഴിഞ്ഞ് നേരെ ഗ്രില്ലിനപ്പുറത്തേക്ക് കടന്ന് നമ്മൾ താമരക്കണ്ണൻ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചോട്ടിലിരിക്കുന്ന ആ താമരക്കണ്ണൻ, മോറൽ പെയിൻറ്റിങ് ആണുള്ളത് വെച്ചാലും പക്ഷെ അവിടെ അതായിരുന്നു എന്നുള്ള സങ്കല്പത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഈ കേൾക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്രില്ലിനപ്പുറത്താണ്. പലരും വന്നിട്ട് ചോദിക്കുന്നു, ഇങ്ങോട്ട് കടന്നതിന് ശേഷമാണ്, പുറത്ത് കടന്നിട്ടാണ് ചിലവർ ചോദിക്കുക, അയ്യോ താമരക്കണ്ണനെ കണ്ടില്ലെന്ന്. കടന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചങ്ങോട്ട് കയറാൻ കഴിയില്ല കേട്ടോ. അതായത് വടക്കേ നടയിലേക്ക് പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അകത്തേക്ക് കയറാൻ കഴിയില്ല. അതിന് പ്രത്യേക സ്റ്റാഫുകൾക്കോ തിരുമേനിമാർക്കൊക്കെ തന്നെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ വേറെ ആർക്കും പറ്റില്ല, അതൊന്ന് ശ്രദ്ധിച്ചോളൂ. വീണ്ടും നമ്മൾ ആ മണിക്കിണർ കണ്ടു തൊഴുതു. അങ്ങനെ കണ്ടു തൊഴുത് തിരിച്ചിങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നൃത്താറയിലേക്ക് നോക്കിയാൽ നമ്മുടെ പൊന്നുണ്ണി നൃത്തം ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ അത് കാണുക, ആ മനസ്സിലിങ്ങനെ ആ ഒരു രൂപത്തെ സങ്കല്പിച്ചാൽ അവിടെ ഉണ്ട്, ആ രൂപമാണ് അവിടെ നൃത്തം ചെയ്യുന്നു എന്നുള്ള എല്ലാം നമ്മളെ മനസ്സിൽ കാണാൻ കഴിയും. നമുക്ക് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചാൽ ഗുരുവായൂരപ്പൻ നമ്മളെ മനസ്സിൽ തന്നെ തെളിയും. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഈ നിങ്ങളോട് പറയുന്ന ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഗുരുവായൂരപ്പൻ്റെ പ്രതിരൂപം തെളിയും. അത് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ, നമ്മൾ കേൾക്കേണ്ട അത്ര എന്താ പറയുക, ഭക്തിയോട് കൂടിയിട്ട് അത് കേൾക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ നമ്മുടെ അടുത്തുണ്ടാവും. അങ്ങനെ ഇപ്പം എല്ലാവരും അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവിടെയും കണ്ടു തൊഴുതു. കുറൂരമ്മയുടെ അടുത്ത് വന്നു, കണ്ടു തൊഴുതു. അങ്ങനെ നാരദരേക്ക് കണ്ടു. ഇനി വടക്കേ നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് നേരെ ആ പ്രസാദ കൗണ്ടർ വന്ന് ചന്ദനവും തീർത്ഥമൊക്കെ കിട്ടും. അതൊക്കെ വാങ്ങി നമുക്കങ്ങനെ നേരെ എടത്തരികത്തുകാവിലെ ഭഗവതിയുടെ അടുത്തേക്ക് പോവാം. അവിടെ അമ്മ നല്ല വെളുത്ത ഇതൊക്കെ പാവുണ്ട് പോലത്തെ അതൊക്കെ സാരിയൊക്കെ ചുറ്റി അതിന് മേലെ ചുവന്ന പട്ടൊക്കെ ഞൊറിഞ്ഞ് ചാർത്തിയിട്ട് അങ്ങനെ ധാരാളം മാലകളൊക്കെ ഇട്ട് ഇഷ്ടംപോലെ പുഷ്പാഞ്ജലി അർച്ചനയൊക്കെ നടത്തിയിട്ടുള്ള അതൊക്കെ ഇങ്ങനെ കാണാനുണ്ട്. നല്ലൊരു വലിയ വട്ടപ്പൊട്ടൊക്കെ വെച്ചിട്ടുണ്ട് സ്വർണത്തിൻ്റെ. അപ്പോൾ ഭഗവതി നമ്മളെ കാത്തിക്കാണ്. എല്ലാവരും കണ്ടു തൊഴുതോളും. സർവമംഗളമാംഗല്യേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സർവാഭരണ വിഭൂഷിതയായിട്ടാണ് ഭഗവതി കാത്തിക്കണത്. ഭക്തരെ എല്ലാവരും അനുഗ്രഹിക്കാനുള്ള ആ ഒരു മനസ്സോടെയാണ് അമ്മ കാത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും അവിടെ ചെല്ലുകയേ വേണ്ടൂ, അനുഗ്രഹം നമ്മുടെ കൂടെ തരും. അപ്പം അങ്ങനെ അവിടെ തൊഴുതു. ഇനി നമ്മൾ നേരെ കുറച്ചും കൂടി തിരിഞ്ഞു വന്നാൽ ആ മമ്മിയൂരപ്പൻ്റെ ഫോട്ടോ കാണാം, ശിവൻ്റെയും പാർവതിയൊക്കെ. അപ്പം അത് നോക്കുക, മമ്മിയൂരിലേക്ക് നോക്കിയിട്ട് സ്മരിക്കുക മമ്മിയൂരപ്പനെ. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. എന്നിട്ട് മമ്മിയൂരപ്പനെ സ്മരിച്ച് അവിടെ നിന്ന് ഇങ്ങനെ പോരും. അങ്ങനെ നോക്കുമ്പോൾ തിരിഞ്ഞ് നടക്കുമ്പോൾ ആ കൊടിമരം കാണാം. അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ ആൾരൂപം വഴിപാട് നടത്തുന്ന സ്ഥലം കാണാം. അത് കഴിഞ്ഞാൽ ആ കുന്നിക്കുരു പഞ്ചാരിക്കുരു ഒക്കെ വാരി കളിക്കുന്ന കുട്ടികളെയൊക്കെ കാണാം. അതൊക്കെ കണ്ട് കൊടിമരത്തിൻ്റെ അവിടെ എത്തിയാൽ നമുക്കൊന്നുകൂടി കളഭാലങ്കാരം കാണാം. അതായത് ഗുരുവായൂരപ്പൻ്റെ കളഭാലങ്കാരമായ വരാഹമൂർത്തിയെ ഒന്നുകൂടി ദർശിച്ച് നമുക്ക് സംതൃപ്തി അടയാം. അങ്ങനെ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ നമുക്ക് ഒന്നുകൂടി നമസ്കരിക്കാം, സാഷ്ടാംഗം നമസ്കരിക്കാം. ഇന്ന് തിരക്ക് കുറഞ്ഞ കാരണം അതിനൊക്കെ പറ്റും. അങ്ങനെ അവിടുന്ന് തൊഴുത് കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന കൂത്തമ്പലത്തിൽ ആ കിടാവിളക്ക് ഇങ്ങനെ കത്തുന്നത് കാണാം. അപ്പോൾ അവിടെ കണ്ട് തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് നേരെ അയ്യപ്പൻ്റെ അടുത്തേക്ക് വരാം. അയ്യപ്പൻ്റെ അടുത്ത് വന്നിട്ട് അവിടെ നല്ല രസമായിട്ട് തന്നെ ചാർത്തിയിരിക്കുന്നത് നീല വസ്ത്രമൊക്കെ ഉടുത്തിട്ടാണ് അയ്യപ്പൻ കാത്തിരിക്കുന്നത് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട്. ആ ഗോളയ്ക്കൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടുള്ള ധാരാളം അർച്ചന പൂക്കളൊക്കെ കാണാനുണ്ട്. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ.
അങ്ങനെ അയ്യപ്പസ്വാമീനെ കണ്ടു തൊഴുതു. ഒന്ന് പ്രദക്ഷിണമായിട്ട് വലം വെച്ചിട്ട് വീണ്ടും നമ്മൾ പടിഞ്ഞാറ് നടയിലേക്ക് എത്തുകയാണ്. പടിഞ്ഞാറ് നടയിലെത്തിയാൽ ദീപസ്തംഭത്തിലെ ആ മുരളീധര സ്വരൂപം കാണാം. അതുപോലെ ആ കൊടിമരത്തിലെ മുരളീധര സ്വരൂപം കാണാം. രണ്ടും കണ്ട് തൊഴാം. അപ്പോൾ എല്ലാവരും ഇന്ന് എൻ്റെ കൂടെ വന്നു ഗുരുവായൂരപ്പൻ്റെ ആ ശ്രീലകത്തുള്ള ആ വരാഹമൂർത്തിയുടെ രൂപം കണ്ടു തൊഴുതു. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കണ്ടോളൂ, എല്ലാവരും എന്നെ ശ്രവിക്കുന്നവരൊക്കെ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. കൂടുതൽ ആളുകൾക്ക് ഭക്തരിലേക്ക് എത്തട്ടെ. നമ്മളവിടെ പോയി തൊഴുന്ന അതേ അവസ്ഥയാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ആ ഒരു തൊഴുത പ്രതീതി ഉണ്ടാവട്ടെ. അവിടെ ചെന്നാൽ തിരക്കുള്ള സമയത്ത് വെച്ചാൽ ഒന്ന് തള്ളിവിടല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് സമാധാനമായിട്ട് ഓരോ സ്ഥലങ്ങളും കാണാൻ, കേൾക്കാം, മനസ്സിൽ സങ്കല്പിച്ചാൽ. അപ്പോൾ എല്ലാവരും മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ സങ്കല്പിച്ചുകൊണ്ട് കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ വിഷമങ്ങളിലും സന്തോഷങ്ങളിലും ഒക്കെ ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ടാവും. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ.